മുകേഷ് അംബാനി വാസസ് നരേന്ദ്രമോദി. ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനും മറ്റേയാൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയും. ഇവരുടെ ആസ്തി, കാറുകൾ, സെക്യൂരിറ്റി ഇതൊക്കെയാണ് നിങ്ങൾ ഈ ഒരു വീഡിയോയിലൂടെ കാണാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഇവരുടെ സമ്പത്ത്, ആസ്തിയുടെ കാര്യം നോക്കാം. 2025 ഫോബ്സ് മാസിക അനുസരിച്ച് മുകേഷ് അംബാനിയുടെ ടോട്ടൽ നെറ്റ് വർത്ത്, ആസ്തി എന്ന് പറയുന്നത് $105 ബില്യൺ അഥവാ 10 ലക്ഷം കോടി ഇന്ത്യൻ രൂപക്ക് മുകളിലാണ്. ഇന്ത്യക്കപ്പുറം ഇദ്ദേഹം ഇന്ന് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ധനികനായ വ്യക്തിയാണ്. ഇനി പ്രധാനമന്ത്രി മോദിയുടെ സമ്പത്ത് നോക്കുകയാണെങ്കിൽ അതിന്റെ കൃത്യമായ കണക്കുകൾ ഇന്റർനെറ്റിൽ ഇന്ന് ലഭ്യമല്ല. എന്നിരുന്നാലും ചില വെബ്സൈറ്റുകൾ ഇത് 1 കോടി മുതൽ 10 കോടി വരെയൊക്കെ കാണിക്കുന്നു. അദ്ദേഹം ഒരു രാഷ്ട്രീയ നേതാവും ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായതിനാൽ അദ്ദേഹത്തിന്റെ യഥാർത്ഥ സ്വത്ത്, സമ്പത്ത് എത്രയാണെന്ന് ഇതുവരെ റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിട്ടില്ല. അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ കാറുകളാണ്. കാർ ശേഖരത്തിന്റെ കാര്യത്തിൽ പ്രധാനമന്ത്രിയേക്കാൾ ഒരു പടി മുന്നിലാണ് മുകേഷ് അംബാനി. അംബാനിയുടെ കാർ ശേഖരത്തിന്റെ മൊത്തം ഒരു മൂല്യം, ആസ്തി എന്ന് പറയുന്നത് ഏറെക്കുറെ 112 കോടി രൂപക്ക് മുകളിലാണ്. അതേസമയം നമ്മൾ നരേന്ദ്രമോദിയുടെ കാർ ശേഖരത്തിന്റെ ആകെ മൂല്യം നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ അത് 31 കോടി രൂപക്ക് മുകളിലാണ്. ഇനി അംബാനിയുടെ കാർ ശേഖരത്തിലുള്ള മുൻപന്തിയിൽ നിൽക്കുന്ന കുറച്ച് കാറുകൾ നോക്കുകയാണെങ്കിൽ 3 കോടി രൂപയോളം വില മതിക്കുന്ന ലംബോർഗിനി ഉറൂസ്, 11 കോടി രൂപയോളം വില മതിക്കുന്ന മെഴ്സിഡസ് ബെൻസ് മേബാക് S600. ഈ പറഞ്ഞ കാറ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സുരക്ഷിതമായിട്ടുള്ള കാറുകളിൽ ഒന്നാണ്. അംബാനി ഏറ്റവും അധികം സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന വാഹനങ്ങളിൽ ഒന്നുകൂടിയാണ്. 5 കോടി 15 ലക്ഷം രൂപയോളം വില മതിക്കുന്ന മെഴ്സിഡസ് ബെൻസ് 62, 8 കോടി 50 ലക്ഷം രൂപയോളം വില മതിക്കുന്ന BMW 716 Li, 7 കോടി 60 ലക്ഷം രൂപയോളം വില മതിക്കുന്ന ബെന്റ്ലി ബെൻഡയാഗ. ഈ കാറിന് ഉപയോഗിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ ആകാശ് അംബാനിയാണ്. ഇനി നരേന്ദ്രമോദിയുടെ ശേഖരത്തിലുള്ള കുറച്ച് കാറുകൾ നോക്കുകയാണെങ്കിൽ അതിൽ ആദ്യം വരുന്നത് 1 കോടി 12 ലക്ഷം രൂപയോളം വില മതിക്കുന്ന ഓഡി A8, 15 കോടി രൂപയോളം വില മതിക്കുന്ന റേഞ്ച് റോവർ സെന്റിനൽ, ഒരുപാടധികം സുരക്ഷാ ഫീച്ചറുകൾ അടങ്ങിയ ബുള്ളറ്റ് പ്രൂഫ് ഗ്ലാസുകൾ അടങ്ങിയ ഒരു കാറാണിത്. പ്രധാനമന്ത്രിക്ക് വേണ്ടി മാത്രം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചെടുത്ത അദ്ദേഹം ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനം കൂടിയാണിത്. അടുത്തതായിട്ട് 10 കോടി രൂപയോളം വില മതിക്കുന്ന BMW 716 Li, മോദിയുടെ മറ്റൊരു സുരക്ഷാ ഫീച്ചറുകൾ അടങ്ങിയ ഒരു കാറാണിത്. മോദിയെ കൂടാതെ ഇന്ന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായ ഷെയ്ഖ് ഹസീനയും രാഷ്ട്രപതിയായ അബ്ദുൽ ഹമീദും ഇന്ന് ഈ കാർ ഉപയോഗിക്കുന്നുണ്ട്. 5 കോടി രൂപയോളം വില മതിക്കുന്ന ടൊയോട്ട ലാൻഡ് ക്രൂയിസർ, അതുപോലെ 18 ലക്ഷം രൂപയോളം വില മതിക്കുന്ന ടാറ്റ സഫാരി, അതുപോലെ മഹീന്ദ്ര സ്കോർപിയോ, ഇതെല്ലാം ഇദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ഉപയോഗിച്ച വാഹനങ്ങളാണ്. അടുത്തതായിട്ട് വരുന്നത് ഇവരുടെ സെക്യൂരിറ്റി, സുരക്ഷാ ക്രമീകരണങ്ങളാണ്. മുകേഷ് അംബാനിക്ക് Z+ സെക്യൂരിറ്റി എന്ന് പേരുള്ള ഒരു സുരക്ഷാ ചുമതല അദ്ദേഹത്തിന് ഇന്ത്യൻ ഗവൺമെന്റ് നൽകിയിട്ടുണ്ട്. ഒരുപക്ഷെ നിങ്ങൾ ഇപ്പോൾ ആലോചിക്കുന്നത് എന്താണ് Z+ സെക്യൂരിറ്റി എന്നായിരിക്കും. അതായത് ഇന്ത്യയിലെ ഉയർന്ന ആളുകളായ മന്ത്രിമാർ, പ്രസിഡന്റുമാർ, ഇവർക്ക് മാത്രം ലഭിക്കുന്ന ഒരു പ്രത്യേക സുരക്ഷാ രീതിയാണിത്. ഇന്ത്യയിൽ ഇന്ന് മുകേഷ് അംബാനിക്കും അദ്ദേഹത്തിന്റെ ഭാര്യ നിത അംബാനിയും അടക്കം 17 ആളുകൾക്ക് മാത്രമാണ് ഈ സുരക്ഷ നിലവിലുള്ളത്. ഇനി ഇങ്ങനെയുള്ള സുരക്ഷാ മേഖലകൾക്കായിട്ട് അംബാനി ഏറെക്കുറെ 25 ലക്ഷം രൂപയോളം ഓരോ മാസവും ഇന്ത്യ ഗവൺമെന്റിന് നൽകി വരുന്നുണ്ട്. അദ്ദേഹം ഏറ്റവും വലിയ ധനികനും ബിസിനസ് ഐക്കണും ആയതിനാൽ അദ്ദേഹത്തിന്റെ ജീവന്റെ ഭീഷണി വളരെ കൂടുതലാണ്. ഇങ്ങനെയുള്ള സെക്യൂരിറ്റി ഗാർഡുകൾക്ക് മുകേഷ് അംബാനി തന്റെ വീടിനോട് ചേർന്ന് പ്രത്യേക മുറികളും ഭക്ഷണവും എന്നീ തുടങ്ങി അവർക്ക് ആവശ്യമുള്ളതെല്ലാം ഒരുക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് നരേന്ദ്രമോദിയുടെ സുരക്ഷാ സെക്യൂരിറ്റി ഒരുക്കുന്നത് SPG അഥവാ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന ഒരു പ്രത്യേകം ഗ്രൂപ്പ് ആളുകളാണ്. 1985 രൂപീകരിച്ച ഇത്തരം SPG സംഘടന പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്ക് മാത്രമുള്ളതാണ്. SPG കമാൻഡോകൾക്ക് ആയുധങ്ങൾ കൈകാര്യം ചെയ്യാനും പ്രത്യേകം പരിശീലനവും ലഭിച്ചവരാണ്. ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ പലപ്പോഴും പ്രധാനമന്ത്രിയുടെ വാഹനത്തിന് ചുറ്റും ഒരു കറുത്ത ഗ്ലാസ്
ധരിച്ച് കയ്യിൽ ഒരു ബാഗും പിടിച്ചു നിൽക്കുന്നതായി പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. SPG കമാൻഡോകൾ എപ്പോഴും ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളാണ് ധരിക്കുന്നത്. അത് കൂടാതെ അവരുടെ കൈമുട്ടിലും കാൽമുട്ടിലുമായിട്ട് ഓരോ പാഡുകളും ഇവർ ധരിക്കാറുണ്ട്. ഇനി ഈ പറഞ്ഞ SPG കമാൻഡോകൾ കൂടാതെ Z+ സെക്യൂരിറ്റിയും ഇന്ന് പ്രധാനമന്ത്രി മോദിക്കുണ്ട്. SPG കമാൻഡോകൾക്ക് അപകടം തോന്നുന്ന ഏത് സമയത്തും ആയുധങ്ങൾ ഉപയോഗിക്കാനും ആവശ്യമെങ്കിൽ ആയുധങ്ങളില്ലാതെ എതിരാളിയെ നിഷ്പ്രയാസം കീഴ്പ്പെടുത്താനുമുള്ള പ്രത്യേകം പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് വരുന്നത് പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന വാഹന വ്യൂഹത്തിന്റെ സുരക്ഷയാണ്. ഇദ്ദേഹം സഞ്ചരിക്കുന്ന വാഹന വ്യൂഹത്തിൽ 2 BMW 7 സീരീസ് കാറുകളും 6 BMW X5 കാറുകളും ഒരു മെഴ്സിഡസ് ബെൻസ് ആംബുലൻസും എന്നിവയാണ് പ്രധാനമായും മോദിയുടെ വാഹന വ്യൂഹത്തിലുള്ളത്. ഇതിനു പുറമെ ഈ പറഞ്ഞ വാഹനങ്ങളിലെല്ലാമായിട്ട് എന്തിനും തയ്യാറായി കാത്തു നിൽക്കുന്ന 100-ലധികം SPG കമാൻഡോകളും ഉണ്ടാകും. അടുത്തതായിട്ട് വരുന്നത് ആന്റീനിയ എന്ന സ്പെഷ്യൽ കാറാണ്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിന്റെ നടുവിലായിട്ട് ആന്റീനിയ എന്ന് പേരുള്ള ഒരു പ്രത്യേകം ടെക്നോളജി കാർ ഉണ്ടാകും. ഇത് പ്രധാനമന്ത്രി വരുന്ന വഴികളിൽ എവിടെയെങ്കിലും ബോംബുകൾ ഉണ്ടെങ്കിൽ അതിന്റെ നെറ്റ്വർക്ക് കണക്ഷൻ ഇല്ലാതാക്കാൻ ഇത് സഹായിക്കുന്നു. അടുത്തതായിട്ട് വരുന്നത് ഡമ്മി കാറുകളാണ്. ശത്രുക്കൾക്ക് പ്രധാനമന്ത്രി ഏത് കാറിലാണ് യാത്ര ചെയ്യുന്നതെന്ന് തിരിച്ചറിയാതിരിക്കാൻ ഈ പറഞ്ഞ വാഹന വ്യൂഹത്തിനിടയിൽ അദ്ദേഹം സഞ്ചരിക്കുന്ന കാറിന്റേത് പോലുള്ള എപ്പോഴും 2 ഡമ്മി കാറുകൾ അധികം ഉണ്ടാകും. അടുത്തതായിട്ട് വരുന്നത് പ്രധാനമന്ത്രി താമസിക്കുന്ന വീട് വസതിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. ഇന്ത്യയുടെ തലസ്ഥാനമായ ഡൽഹിയിലെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് നരേന്ദ്രമോദി ദിവസവും താമസിക്കുന്നത്. ഈ പറഞ്ഞ സ്ഥലം വ്യാപിച്ചു കിടക്കുന്നത് ഏകദേശം 12 ഏക്കറോളം വരുന്ന സ്ഥലത്താണ്. ഈ സ്ഥലത്തിനുള്ളിൽ ഒരേപോലുള്ള 6 വലിയ ബംഗ്ലാവുകളുണ്ട്. ഇതിൽ 5-ാം നമ്പർ ബംഗ്ലാവിലാണ് മോദി അധികവും താമസിക്കുന്നത്. ഇനി ഈ വീടിന്റെ സുരക്ഷാ ക്രമീകരണങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ വീടുകളെല്ലാം ബാങ്കിന്റെ ലോക്കറിനേക്കാൾ സുരക്ഷ നിറഞ്ഞവയാണ്. ഏത് സമയത്തും ഉറങ്ങാതെ നിൽക്കുന്ന 50-ലധികം SPG കമാൻഡോകൾ അദ്ദേഹത്തിന്റെ സുരക്ഷയ്ക്കായിട്ട് അവിടെ ഉണ്ടാകും. അതുപോലെ 1-ാം നമ്പർ ബംഗ്ലാവിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് ഒരു ഹെലിപാഡ് സൗകര്യവുമുണ്ട്. അവിടെ ഏത് നേരത്തും ഹെലികോപ്റ്റർ പറക്കാനായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ടാകും. ഇനി അവസാനമായിട്ട് അടിയന്തരമായി സുരക്ഷകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനും ഇവിടെ പ്രധാനമന്ത്രി താമസിക്കുന്ന ബംഗ്ലാവിന്റെ അടിയിൽ ഒരു തുരങ്കം തന്നെ നിർമ്മിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ വീടിന് താഴെ ഒരു രഹസ്യ വാതിലുണ്ട്. ഈ തുരങ്കം ഏകദേശം 1.5 കിലോമീറ്ററോളം നീളമുള്ളതാണ്. ഇത് നേരെ കണക്ട് ചെയ്തിരിക്കുന്നത് ഡൽഹി എയർപോർട്ടിലേക്കാണ്. ഇങ്ങനെ ഒരു തുരങ്കം ആ വീടിന് താഴെയുണ്ടെന്ന് അറിയാവുന്നത് വളരെ കുറച്ച് SPG കമാൻഡോകൾക്ക് മാത്രമാണ്. അംബാനിയെ കുറിച്ചും മോദിയെ കുറിച്ചും ഇത്രയും കാര്യങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് തോന്നുന്നത്? ഓരോ ദിവസവും ഇത്തരം സുരക്ഷകൾക്കായിട്ട് വലിയ രീതിയിലുള്ള പണം തന്നെയാണ് മുകേഷ് അംബാനിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇതിനായിട്ട് ചിലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. സമ്പത്തിന്റെ കാര്യത്തിലും കാറിന്റെ കാര്യത്തിലും അംബാനിയാണ് മുന്നിലെങ്കിൽ സെക്യൂരിറ്റിയുടെ സുരക്ഷയുടെ കാര്യത്തിൽ പ്രധാനമന്ത്രി തന്നെയാണ് ഒന്നാമൻ. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോയുമായിട്ട് കാണാം.